പ്രൈസ് ദി ലോർഡ്. സിയോന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം ബൈബിളിൽ നിന്നും ചില പൊതു ചോദ്യങ്ങളാണ്. നമുക്ക് വേണ്ടി ചോദ്യം തയ്യാറാക്കിയിരിക്കുന്നത് ബ്രദർ സുഭാഷ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം: അവസരം കിട്ടിയാൽ ചതിക്കുകയും കൊല്ലുകയും ചെയ്യുന്നത് എന്താണ്? ഉത്തരം: പാപം. റോമാലേഖനം 7-ാം അധ്യായം 11-ാം വാക്യം. അടുത്ത ചോദ്യം: സിംഹങ്ങളുള്ള ഗുഹയിൽ വീണ ദാനിയേലിന് യാതൊരു കേടും പറ്റാതെയിരുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം: ദൈവത്തിൽ വിശ്വസിച്ചിരുന്നതുകൊണ്ട്. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം 23-ാം വാക്യം. അടുത്ത ചോദ്യം: പൊടിയും വെണ്ണീറുമായ ഞാൻ എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം: അബ്രഹാം. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 27-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: ദൈവത്തിൻ്റെ ഭോജനം അർപ്പിപ്പാൻ ഒരിക്കലും അടുത്തു വരാത്തത് ആരാണ്? ഉത്തരം: അംഗഹീനനായവൻ. ലേവ്യ പുസ്തകം 21-ാം അധ്യായം 17-ാം വാക്യം. അടുത്ത ചോദ്യം: നായീച്ച വരാതെ ദൈവം വേർതിരിച്ച ദേശം ഏതാണ്? ഉത്തരം: ഗോശെൻ ദേശം. പുറപ്പാട് പുസ്തകം 8-ാം അധ്യായം 22-ാം വാക്യം. അടുത്ത ചോദ്യം: സാത്താൻ മിന്നൽ പോലെ ആകാശത്തു നിന്ന് വീഴുന്നത് കണ്ടത് ആരാണ്? ഉത്തരം: യേശു. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 18-ാം വാക്യം. അടുത്ത ചോദ്യം: കണ്ണ് ദോഷമുള്ളതെങ്കിൽ ഇരുട്ടുള്ളത് എന്താണ്? ഉത്തരം: ശരീരം. ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 34-ാം വാക്യം. അടുത്ത ചോദ്യം: ദാവീദിനെ പിടിക്കേണ്ടതിന് ഫെലിസ്ത്യർ ഒരുമിച്ച് കൂടിയ താഴ്വര ഏതാണ്? ഉത്തരം: രഫായീം താഴ്വര. 1 ദിനവൃത്താന്തം 14-ാം അധ്യായം 9-ാം വാക്യം. അടുത്ത ചോദ്യം: വളരെ ഉള്ളത് എന്താണ്? ഉത്തരം: കൊയ്ത്ത്. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 37-ാം വാക്യം. അടുത്ത ചോദ്യം: ദൈവരാജ്യത്തെ കാത്തിരുന്ന ശ്രേഷ്ഠ മന്ത്രി ആരാണ്? ഉത്തരം: അരിമത്യയിലെ യോസെഫ്. മർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 41-43 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: മഹാപീഡകൻ ആരാണ്? ഉത്തരം: ബുദ്ധിഹീനനായ പ്രഭു. സദൃശവാക്യങ്ങൾ 28-ാം അധ്യായം 16-ാം വാക്യം. അടുത്ത ചോദ്യം: കൃപ അത്യന്തം വർദ്ധിച്ചത് എപ്പോഴാണ്? ഉത്തരം: പാപം പെരുകിയെടുത്ത്. റോമാലേഖനം 5-ാം അധ്യായം 20-ാം വാക്യം. അടുത്ത ചോദ്യം: ഫിലിപ്പോസിൻ്റെ പട്ടണം ഏതാണ്? ഉത്തരം: ബത്സയിദ. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 44-ാം വാക്യം. അടുത്ത ചോദ്യം: മനോവ്യസനം കൊണ്ടും കഠിനമായ അടിമവേല കൊണ്ടും മോശയുടെ വാക്ക് കേൾക്കാഞ്ഞത് ആരാണ്? ഉത്തരം: ഇസ്രായേൽ മക്കൾ. പുറപ്പാട് പുസ്തകം 6-ാം അധ്യായം 9-ാം വാക്യം. അടുത്ത ചോദ്യം: മോശെ മനശ്ശെയുടെ മകനായ മാഖീരിന് കൊടുത്ത ദേശം ഏതാണ്? ഉത്തരം:
ഗിലയാദ്. സംഖ്യാപുസ്തകം 32 അധ്യായം 40 വാക്യം. അടുത്ത ചോദ്യം, പ്രബോധനം കേൾക്കായ്കയാൽ മരിക്കേണ്ടി വരുന്നത് ആരാണ്? ഉത്തരം ദുഷ്ടൻ. സദൃശവാക്യങ്ങൾ 5 അധ്യായം 23 വാക്യം. അടുത്ത ചോദ്യം, എസ്തേർ ഹാമാൻ്റെ വീടിന് മേൽവിചാരകനാക്കിയത് ആരെയാണ്? ഉത്തരം മൊർദെഖായിയെ. എസ്തേറിൻ്റെ പുസ്തകം 8 അധ്യായം 2 വാക്യം. അടുത്ത ചോദ്യം, യിഫ്താഹിന് ശേഷം ഇസ്രായേലിൽ ന്യായപാലനം ചെയ്തത് ആരാണ്? ഉത്തരം ഇബ്സാൻ. ന്യായാധിപന്മാരുടെ പുസ്തകം 12 അധ്യായം 7-8 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, അശേഷം ഇല്ലാതെയാകുന്നത് എന്താണ്? ഉത്തരം യോനാഥാൻ. 1 ശമൂവേൽ 20 അധ്യായം 17-18 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, മരണത്തിനു മുൻപ് ആലയം പണിക്ക് വേണ്ടി ധാരാളം കരുതി വെച്ചത് ആരാണ്? ഉത്തരം ദാവീദ്. 1 ദിനവൃത്താന്തം 22 അധ്യായം 5 വാക്യം. അടുത്ത ചോദ്യം, കീർത്തിപ്പെട്ട പട്ടണം ഏതാണ്? ഉത്തരം സോർ. യെഹെസ്കേലിൻ്റെ പ്രവചനം 26 അധ്യായം 15-17 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പിനെന്ന് കർത്താവ് അരുളി ചെയ്തത് ഏത് പ്രവാചകനിൽ കൂടിയാണ്? ഉത്തരം ഇരമ്യാ പ്രവാചകനിൽ കൂടി. ഇരമ്യാവിൻ്റെ പുസ്തകം 51 അധ്യായം 45 വാക്യം. ഇതുവരെയും വീഡിയോ കണ്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.